ഒരു വൃദ്ധൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, ഇപ്പം എന്ത് ചെയ്തു? ആ ചോദ്യം സദസ്സിനെ രസിച്ചു. സദസ്സ് നടന്നു. അപ്പോൾ ഓരോരുത്തർക്കും 1000 ചോദ്യം വീതം ചോദിക്കാനുണ്ട്. രാഷ്ട്രബോധം ഉടലെടുത്തതല്ല, സ്റ്റേറ്റിനുള്ള ഭക്തിക്കുറവിൽ നിന്ന് ജനിച്ചതുമല്ല, വിദേശ മാതൃകകളെ അപഹസിക്കപ്പെടുന്ന മാർക്സിസത്തിന്റെ പ്രേരണയിൽ നിർമ്മിച്ചതുമല്ല, അനുഭവത്തിൽ സാമാന്യം. ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടങ്ങേഴി എന്ന നോവലിൽ ഒരു സാധാരണ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്ന വെല്ലുവിളി നിറഞ്ഞ ഒരു ഭാഗമാണിത്. തകഴി ശിവശങ്കര പിള്ള എന്ന എഴുത്തുകാരനെ മലയാളിക്ക് മലയാളത്തോളം പ്രിയങ്കരമാക്കുവാൻ കാരണം ഈ മണ്ണിന്റെ കഥ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. താൻ നടന്നു കണ്ടിട്ടുള്ള വഴിയോരങ്ങളുടെ കഥ, താൻ ജീവിച്ചതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് മാത്രമാണ് അദ്ദേഹം തന്റെ സമാഹാരങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ തകഴി എന്ന ചെറിയ ഗ്രാമത്തിൽ 1912 ഏപ്രിൽ 17 ശങ്കരക്കുറുപ്പിന്റെയും പാർവതി അമ്മയുടെയും മകനായ സാധാരണ കുടുംബത്തിൽ ജനിച്ച തകഴി ശിവശങ്കര പിള്ള തന്റെ അച്ഛന്റെയും വക്കംപുറത്ത് കിട്ടുവാശാന്റെയും കൈപിടിച്ച് നിലത്തെ എഴുത്ത് പഠിച്ചു. തകഴി സ്കൂളിൽ നിന്ന് പ്രൈമറി വിദ്യാഭ്യാസവും അമ്പലപ്പുഴ കടപ്പുറം സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ് വിദ്യാഭ്യാസവും തുടർന്ന് കരുവാറ്റ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ്സും പാസ്സായി തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിച്ചു. പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമപഠനം പൂർത്തിയായി. തുടർന്ന് കേരള കേസരി പദ്ധതി റിപ്പോർട്ടറായി. കേസരി ബാലകൃഷ്ണ പിള്ളയുമായി ഉണ്ടായ പരിചയം തകഴി പാശ്ചാത്യ സാഹിത്യമായി വളരെയധികം അടുപ്പിച്ചു. തന്റെ 13ാമത്തെ വയസ്സിൽ ആദ്യ കഥ എഴുതിയ തകഴി 100 കണക്കിന് കഥകൾ രചിച്ചിട്ടുണ്ട്. ശേഷം നോവലിലാണ് അദ്ദേഹം തന്റെ സ്വന്തം കേന്ദ്രീകരിച്ചത്. 1934 ത്യാഗത്തിന്റെ പ്രതിഫലം എന്ന തന്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു. മലയാളി വായനക്കാരെ ആഗമനം പിടിച്ചു കുലുക്കിയ പരീക്കുട്ടിയുടെയും കറുത്തമ്മയുടെയും പ്രണയകഥ പറയുന്ന ചെമ്മീൻ എന്ന നോവലിലൂടെയാണ് അദ്ദേഹം ആഗോള പ്രശസ്തനാകുന്നത്. 30ഓളം ഭാഷയിൽ പരിഭാഷപ്പെടുത്തുകയും സിനിമയാവുകയും ചെയ്ത ഒരു നോവൽ കൂടിയാണ് ചെമ്മീൻ. എന്നാൽ രചനാപരമായ ഈ നോവലുകളേക്കാൾ മികച്ചു നിൽക്കുന്ന ഒട്ടേറെ കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ നിന്ന കഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിൽ ഒന്നാണ്. രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ, ജീവിതം സുന്ദരമാണ് പക്ഷേ തുടങ്ങിയ 30ഓളം നോവലുകളും, ഈങ്കുലാബ്, നെത്തികന്യക, തിരഞ്ഞെടുത്ത കഥകൾ, ഞാൻ പിറന്ന നാട് തുടങ്ങി 20ഓളം കഥാസമാഹാരങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗം എന്നീ വിവിധ മേഖലകൾ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1985 തകഴിക്ക് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. 1984 2.5 നൂറ്റാണ്ട് കാലത്തെ കഥ പറയുന്ന ബൃഹത്ത് നോവലായ തന്റെ കയർ എന്ന നോവലിലൂടെ ജ്ഞാനപീഠം അവാർഡും തുടങ്ങി ഒട്ടനേകം പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. 1999 ഏപ്രിൽ 10 തന്റെ 87ാമത്തെ വയസ്സിൽ കേരളം കണ്ട മഹാനായ സാഹിത്യകാരൻ ജന്മനാട്ടിലെ തറവാട്ട് വീട്ടിൽ വെച്ച് അന്തരിച്ചു. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ വിട പറഞ്ഞിട്ട് 25 വർഷങ്ങൾ പിന്നിടുന്നു. താങ്കൾ മലയാള സാഹിത്യ ലോകത്തിന് തന്ന ഒരുപിടി നല്ല സംഭാവനകൾക്ക് ഒഴുകുവാറിൽ ടാഗോർ ലൈബ്രറി അംഗങ്ങളും ആദരവോടുകൂടി സ്മരിക്കുന്നു. എന്റെ പേര് അനു. നന്ദി.